ഒരു സംശയം. സംശയം എന്നും നല്ലതാണ്. ഏറ്റവും പുതുതായിട്ട് ഓഡിയോ പ്രക്ഷോഭിന്റേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. എന്താ നമ്മുടെ പേര്? അനിൽകുമാർ. നോട്ട് ചെയ്തോ? അനിൽകുമാർ. പിന്നെന്താ ചെയ്യാ? കൗൺസിലർ ആയതിനു ശേഷം 2-3 പ്രൊജക്ടുകൾ പറഞ്ഞു. പക്ഷെ തനിക്ക് ഷാഫിയെ പോലെ അഴിമതി നടത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് താല്പര്യം സ്ത്രീയോടാണ്, ആ ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പറയുന്നതായിട്ടുള്ള ഓഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും അങ്ങക്ക് എന്താ തോന്നുന്നത് എന്നെ പറ്റി? അങ്ങ് പിന്നെ ജനൻ ടിവിയുടെ പ്രക്ഷോഭം പറയുന്നത് തങ്ങളുടെ ചങ്കാണല്ലോ. കാരണം പാലക്കാട്ട് ഏത് താങ്കളുടെ ഫോട്ടോ എടുത്ത് നോക്കിയാലും താങ്കളുടെ വലതുവശത്ത് പ്രക്ഷോഭം ഉണ്ടാവും. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അങ്ങക്ക് എന്താ തോന്നുന്നത്? ഞാൻ പിന്നെ അങ്ങക്ക് എന്നെ പരിചയമുണ്ടല്ലോ, എന്താ തോന്നുന്നത്? അത്തരം കാര്യങ്ങളൊന്നും മറുപടി അറിയിക്കുന്നില്ല. പ്രക്ഷോഭമാണ് പറയുന്നത്. കാരണം താങ്കളുടെ വലം കൈയായിരുന്നു. താങ്കൾക്കെതിരെയുള്ള ആരോപണത്തില് ഈ ഓഡിയോയില് ഏതായാലും ഒരു കൃത്യമായ മറുപടി ഇല്ല. ഒരു കൃത്യത ഇല്ലാത്തത് കൊണ്ടാണ് അതിന്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. പ്രക്ഷോഭ് താങ്കളുടെ അരുമ ശിഷ്യനായിരുന്നു. 100% താങ്കളുടെ അരുമ ശിഷ്യൻ. 100%. അദ്ദേഹം പറയുന്നത് കൂടെ കിടന്നവനെ രാപ്പനി ഉണ്ടാവും അറിയുള്ളൂ എന്ന് പറയില്ലേ? എടോ, അവനെ അവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കുവാണല്ലോ. അങ്ങനെയാണെങ്കിൽ ബ്രിജ്ഭൂഷൺ ചെയ്തതിന് നരേന്ദ്രമോദിയോട് ചോദിക്കേണ്ടി വരുമല്ലോ. ആ വിഷയത്തെ പറഞ്ഞ് ഇതിനെ ഓട്ടയടിക്കാനല്ലോ വേണ്ട. ഇതിലുള്ള മറുപടി ഇന്ത്യയുടെ ഇതിലുള്ള മറുപടി അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. മറുപടി പറമ്പിൽ അഴിമതി നടത്താൻ പറഞ്ഞു, പ്രേരിപ്പിച്ചു. അതും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോടാണ് നിരന്തരം പറയുന്നത്. അല്ല, വളരെ കൃത്യമായിട്ട് പിന്നെ ഞാൻ മറുപടി പീഡനം നടത്തുമ്പോ അതിൽ താങ്കൾക്ക് പ്രശ്നമില്ലേ? പേര് പറഞ്ഞു പീഡിപ്പിക്കുക എന്താ ചേട്ടാ? കുറച്ച് നേരം അങ്ങനെയാണ്. ആ ഓഡിയോയിൽ താങ്കൾ അവരുടെ ബോസ് ആണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? പേര് പറഞ്ഞ നാട്ടില് പീഡിപ്പിക്കാൻ നിന്ന് കൊടുക്കുന്ന കുട്ടികളല്ല, പെൺകുട്ടികളെ അങ്ങനെ വില കുറച്ച് കാണണ്ട. പക്ഷെ പ്രക്ഷോഭ് താങ്കളുടെ ശിഷ്യനാണല്ലോ, അപ്പൊ അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു കാര്യമാണല്ലോ, അതൊരു ഫാക്ട് ആണല്ലോ. അത് ഞാൻ ആദ്യം പറഞ്ഞത് ആ കാര്യത്തിൽ അപ്ലിക്കബിൾ ആണോ എന്നും കൂടെ ആലോചിച്ചിട്ട് എന്നോട് ചോദിച്ചു. മൂടുപോയി.